Hello friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബേബി ഷവർ തീം കേക്കിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വാനില സ്പഞ്ച് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ വാനില സ്പഞ്ചിനുള്ള ഫ്ലോർ മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു തവണയാണ് ട്ടോ സീവ് ചെയ്തെടുത്തത്. ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് ഫ്ലോർ മിക്സ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ 2-3 തവണ സീവ് ചെയ്തെടുത്താൽ മതി. ഇനി ഒരു ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലപോലെ ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മിക്സ് നല്ലപോലെ തന്നെ ഇതേപോലെ ഫ്ലഫി ആയിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് മിക്സ് നല്ലപോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫ്ലോർ മിക്സ് ചേർക്കുന്ന വീഡിയോ എന്നോട് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്ലോർ മിക്സ് ഒക്കെ ചേർത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള 6 ഇഞ്ചിൻ്റെ പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35-40 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ 2 കേക്ക് ബേക്ക് ചെയ്തെടുത്ത് 5 ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള ക്രീം ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റിഫ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആക്കിയിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ലപോലെ തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഈ കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിന്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്ത് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ഷുഗർ ചേർത്ത് തിളപ്പിച്ച് ആറ്റിയെടുത്തതാണ് കേട്ടോ ഷുഗർ സിറപ്പ്. ഇനി കേക്കിന്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതേപോലെ കേക്കിന്റെ എല്ലാ ലെയറും ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കേക്കിൻ്റെ 2 ലെയറിൽ വൈറ്റ് ക്രീമാണ് കൊടുത്തത്. പിന്നെ അടുത്ത 2 ലെയറിൽ വൈറ്റ് ക്രീമിൽ കുറച്ച് പിങ്ക് ജെൽ കളർ മിക്സ് ചെയ്താണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി കേക്കിന് ഞാൻ 2 ഷെയ്ഡ് കളർ യൂസ് ചെയ്തിട്ടാണ് കേക്ക് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു തീം കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫോണ്ടന്റ് കൊണ്ട് ക്ലൗഡ്സും സ്റ്റാർസും പിന്നെ ബോൾസും പിന്നെ ഒരു കുഞ്ഞു ബേബിനെയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കേക്ക് മേലെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു ബർത്ത്ഡേ തീം കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. സ്റ്റാറിന് ഗോൾഡൻ ഡസ്റ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിന്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ ബേബി ഷവർ തീം കേക്ക് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.